ആ വേദിയിൽ അത്രയും ഉയരത്തിൽ നിന്ന് വീണ ഒരു സ്ത്രീ, MLA ആവട്ടെ, സാധാരണക്കാരിയാവട്ടെ, വീട്ടമ്മയാവട്ടെ, കൊച്ചു കുഞ്ഞാവട്ടെ, പോട്ടെ, ഒരു സാധാരണ ജന്തുക്കൾ എന്തെങ്കിലും ആവട്ടെ, അതിനെയൊന്ന് അപലപിക്കാൻ, അതിനെയൊന്ന് സ്നേഹത്തോടെ നോക്കാൻ, ആർദ്രതയോടെ നോക്കാൻ, ആ സ്ത്രീ ആശുപത്രി കിടക്കുന്ന ആളെ ഒന്ന് പോയി കാണാൻ ഈ ദിവ്യ ഉണ്ണിക്ക് പറ്റിയില്ല. നമ്മൾ എത്രമാത്രം താഴെ പോയി എന്ന് ആലോചിക്കൂ. നമ്മുടെ കലാകാരന്മാർ സാംസ്കാരികമായി എത്രയധികം മനസാക്ഷി ഇല്ലാത്തവരായി പോയി എന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീമതി ഉമാ തോമസിന്റെ ഒന്ന് പോയി കാണാൻ, അല്ലെങ്കിൽ ഇവർ ഇത്രയധികം ആഘോഷപൂർവ്വം കൊണ്ടാടിയ കേരളത്തിന്റെ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് കേരളം പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ സംഭവിച്ച ഒരു വലിയ ദുര്യോഗത്തിനെ കേരള സമൂഹത്തിലെ ജനതയെ നോക്കി, മാധ്യമത്തെ നോക്കി, മാധ്യമങ്ങളിലൂടെ ചാനലുകളോടെയെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതിൽ എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് പറയാൻ ഒരു കലാകാരി തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കേരള സമൂഹം സാംസ്കാരികമായി എത്രയധികം താഴേക്ക് പോയിരിക്കുന്നു. അത് സ്വയം വിമർശനാത്മകമായി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പരിശോധിക്കണം. ഞാൻ എവിടെയെന്ന് പരിശോധിക്കണം. ദിവ്യ നിർബന്ധിതയായിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഒരു പരിപാടിയുടെ ഇടയിലാണ് അത് നടന്നത് എന്ന പരിപാടിയുടെ പേരെടുത്ത് ആദ്യ ദിവസങ്ങളിലൊന്നും മാധ്യമങ്ങൾ പറഞ്ഞില്ല. ആ പരിപാടിക്ക് പ്രമോഷൻ കൊടുത്തോണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ, പ്രമോഷൻ കൊടുക്കാൻ ഈ സംഘാടകർ വിലക്കെടുത്തിരിക്കുന്ന മാധ്യമങ്ങൾ, ഇത് രണ്ടും കൂടി കൂട്ടിക്കെട്ടരുത് എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എല്ലാ കള്ളക്കച്ചവട ശീലങ്ങളും ഇതിലും ഇംപ്ലിമെന്റ് ചെയ്തു. അതിന് വെറും ഒരു ഉപകരണമായി ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന കലാകാരി നിന്നു പോകേണ്ടുന്ന അവസ്ഥ വന്നുപോയി. ഓരോ കലാകാരന്മാർക്കും ഈ നിസ്സഹായാവസ്ഥയുണ്ട്. പണാധിപത്യ ലോകത്തിന്റെ പണക്കൊടുക്കൽ വാങ്ങലുകൾക്കിടയിൽ സ്വാർത്ഥമായ മനസ്സോടെ നിൽക്കുന്ന ഓരോ കലാകാരനും, സൂപ്പർ സ്റ്റാർസ് ആവട്ടെ, സൂപ്പർ എഴുത്തുകാരാവട്ടെ, വലിയ നാടകക്കാരാവട്ടെ, ഇതിൻ്റെ അകത്തുനിന്ന് നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തുനിന്ന് ജീവിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവർ വരിഞ്ഞു മുറുകെ കെട്ടപ്പെട്ടു പോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിനോട് കലഹിക്കാനും, ആ അന്തരീക്ഷത്തിന്റെ കെട്ടുകൾ ഓരോന്നും അഴിച്ചു വിട്ടുകൊണ്ട് ഓരോ കലാകാരന്റെയും ശബ്ദത്തിനും സ്പന്ദനത്തിനും ഇടം കൊടുക്കാനുമുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് എന്ന് ഏറ്റെടുക്കാൻ ഇത്തരം സമ്മേളന ഇടങ്ങളിലെ ആലോചനകൾ കൊണ്ട് നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഒരു ബദൽ സംവിധാനത്തിൽ ഇന്ത്യയിൽ അല്ല ലോകത്തിന്റെ ഇടങ്ങളിൽ അതിന്റെ പ്രയാണം പൂർത്തീകരിക്കുമ്പോൾ ശ്രീലങ്ക ചുവക്കുന്നത് പോലെ ഏറ്റവും ആശയറ്റ സമയങ്ങളിൽ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ഈ പ്രസ്ഥാനവും അതിന്റെ ചെങ്കൊടിയും ഉയർന്നുയർന്ന് നിൽക്കുന്ന സമയത്ത് ആ ഉയരം കീഴടക്കാനുള്ള സാംസ്കാരിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പൊതുസമൂഹത്തിന് കഴിയണം എന്നുള്ളിടത്താണ് പാർട്ടി ഇത്ര ബൃഹത്തായ പരിപാടികൾ ആലോചിക്കുന്നതും നടപ്പാക്കുന്നതും. അത് ഏറ്റെടുക്കാൻ പറ്റുന്ന വലിപ്പം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ സമ്മേളനത്തിന്റെ പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ലാൽ സലാം.